വേനൽ മഴയ്ക്കൊപ്പം എത്തിയ കനത്ത കാറ്റിൽ എറണാകുളം മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വലിയ കൃഷിനാശം. പേഴയ്ക്കാപ്പള്ളി സ്വദേശി ഫൈസലിന്റെ കൃഷിയിടത്തിലെ 110 ഏത്തവാഴകളാണ് നശിച്ചത്. വേനൽ കൂടുതൽ കടുക്കുമ്പോൾ കടുത്ത ആശങ്കയിലാണ് കർഷകർ. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും വീശിയ വേനൽക്കാറ്റിലും മഴയിലുമാണ് കൃഷിനാശം ഉണ്ടായത്. പേഴക്കാപ്പള്ളി സ്വദേശി ഫൈസലിന്റെ കൃഷിയിടത്തിലെ 110 ഏത്തവാഴകളാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ കാറ്റിൽ നിലംപതിച്ചത്. പായിപ്ര പഞ്ചായത്ത് 3-ാം വാർഡിലെ പാട്ടത്തിനടുത്ത 25 സെന്റ് സ്ഥലത്തെ കൃഷിയാണ് കാറ്റിൽ പൂർണ്ണമായും നശിച്ചത്. വിളവെടുപ്പിന് പാകമായ ഏത്തവാഴകളാണ് കാറ്റിൽ നശിച്ചതെന്നും ഏകദേശം 35,000 രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നും ഫൈസൽ പറഞ്ഞു. അപ്രത്യക്ഷമായിട്ടുണ്ടായ അതിശക്തമായ കാറ്റിൽ എൻ്റെ 110ഓളം വാഴകൾ, കുലച്ച വാഴകളാണ് കാറ്റ് പിടിച്ച് മറിച്ച് അടിച്ചിരിക്കുന്നത്. എനിക്കതിൽ ഏകദേശം ഒരു വാഴ ആ ലെവലിലേക്ക് എത്തിക്കുന്നതിന് 150 മുതൽ 200 രൂപ വരെ ചിലവ് വരുന്ന ഒരവസ്ഥയിൽ അതിൻ്റെ ഫൈനൽ സ്റ്റേജിലാണ് ഇപ്പോൾ കാറ്റ് പിടിച്ച് ഈ മുഴുവൻ വാഴകളും നശിച്ചു പോയിരിക്കുന്നത്. പായിപ്ര കൃഷി ഓഫീസർ ഷാനവാസും സംഘവും കൃഷിസ്ഥലം സന്ദർശിച്ചു. മഴയിൽ വാഴ, തെങ്ങ്, ജാതി കൃഷി ഉൾപ്പെടെ പായിപ്ര പഞ്ചായത്തിലെ വിവിധ ഇടങ്ങളിലായി കൃഷിനാശം ഉണ്ടായെന്ന് കൃഷി ഓഫീസർ പറഞ്ഞു. നല്ല നല്ല കർഷകരുടെ ഒത്തിരി വാഴകൾ മെയിനായിട്ട് വാഴ ഒടിഞ്ഞിട്ടുണ്ട്, വാഴ നഷ്ടം വന്നിട്ടുണ്ട്. കുലച്ച വാഴകളാണ് കൂടുതലും ഒടിഞ്ഞു പോയേക്കുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് ചില സ്ഥലത്ത് ചില തെങ്ങ്, ജാതി, അടയ്ക്കാമരം, ഭാഗ്യമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ അതും നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 4 ലക്ഷം 5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഏകദേശം നമുക്കിപ്പോൾ ഒരു മൊത്തം കണക്കൂട്ട് പറ്റുന്നുണ്ട്. പേഴക്കാപ്പള്ളിയിലെ വിവിധ പ്രദേശങ്ങളിലായി 1500-ലധികം വാഴകൃഷിയും കുമ്പളം, മത്തൻ തുടങ്ങി വിവിധ പച്ചക്കറി കൃഷികൾ ചെയ്തു വരുന്നയാളാണ് ഫൈസൽ. കൈരളി ന്യൂസ്, കൊച്ചി.